الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സ്ഥിരവിശ്വാസ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിച്ചു, അലാ ഉഖ്ബിറുകും ബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് അഥവാ സ്വർഗ അവകാശികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? കുല്ലു ളഈഫിൻ മുതളഅഫ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ളഈഫ്, ഓരോ ദുർബലനായ ആളുകൾ, മുതളഅഫ് അതായത് ദുർബലരാക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ദുനിയാവിൽ ആളുകളെ ഏതു രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്? പല രീതിയിലും സമ്പന്നരല്ലാത്ത ദരിദ്രരായ ആളുകൾ, അതല്ലെങ്കിൽ ശാരീരികമായി ദുർബലരായ ആളുകൾ, പല കാരണങ്ങളാലും സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ പലരെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലധികവും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉദ്ദേശിക്കുന്നത് വിശ്വാസികളാണ്. സ്വർഗത്തിൽ വിശ്വാസികളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. സത്യവിശ്വാസികളിൽപ്പെട്ട ഈ ദുർബലരായ ആളുകൾ, അടിച്ചമർത്തപ്പെട്ട ആളുകളാണ് അധികവും സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അയാൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും, അള്ളാഹു അത് സഫലമാക്കി കൊടുക്കും. അലാ ഉഖ്ബിറുകും ബി അഹ്ലിൻ നാർ, നീ നരകത്തിന്റെ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. കുല്ലു ഉജുലിൻ ജവാദിൻ മുസ്തക്ബിർ മുത്തഫഖുൻ അലൈഹി. മൂന്ന് കൂട്ടം ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നരകാവകാശികളായി പറയുന്നത്. അൽ ഉജുൽ, ഒന്നാമതായി ഉജുൽ എന്ന് പറഞ്ഞാൽ അൽ ഗലീദുൽ ജാഫി, പരുക്കൻ സ്വഭാവമുള്ള ആളുകൾ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ സ്വഭാവം അത് നമ്മളുടെ സ്വർഗ നരകങ്ങളെ നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. സ്വഭാവത്തിൽ ഒരു സൗമ്യത അല്ലെങ്കിൽ ഒരു നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരുക്കനും പരുഷവുമായ പ്രകൃതം അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രകൃതമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ത്യനാളിൽ അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെ, ഏറ്റവും അകലെയുള്ള ആളുകൾ വളരെ പരുഷവും പരുക്കൻ പ്രകൃതവുമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് അധികവും നരകത്തിലുള്ളത്. അതുപോലെ ജവാദ് എന്ന് പറഞ്ഞാൽ അൽ ജുമൂ അൽ മനൂ, അതായത് കൂട്ടി വെച്ചുകൊണ്ട് തടയുന്ന ആളുകൾ. ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ശേഖരിച്ചിങ്ങനെ കുന്നുകൂടി വരും, ആർക്കും അതിന്റെ ഉപകാരം ഇല്ല, അയാൾക്കും ഒരു പക്ഷേ ഇല്ലാത്ത അവസ്ഥ, ഒരു പിശുക്കും അതുപോലെ തന്നെ വല്ലാത്ത കുലുസവുമായിട്ടുള്ള ഒരു മനസ്സ്, മറ്റാർക്കും അതിന്റെ ഒരു ഉപകാരവും വിട്ടുകൊടുക്കാത്ത രീതിയിൽ തടഞ്ഞു വെക്കുന്നയാളാണ് ജവാബ്. ഇനി അതുപോലെ തന്നെ മുസ്തക്ബിർ എന്ന് പറയുന്നത് അഹങ്കാരിയായിട്ടുള്ളയാൾ, നടത്തത്തിലും അയാളുടെ പ്രകൃതത്തിലുമെല്ലാം അഹങ്കാരം പ്രകടമായിട്ട് കാണുന്ന ഈ മൂന്ന് കൂട്ടം ആളുകളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. സ്വർഗ പ്രവേശനവും നരകമോചനവുമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ആ രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ നരകത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ബോധം കൂടി നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട്. സ്വർഗപ്രവേശനവും നരകമോചനവും രണ്ടും നമ്മളുടെ ലക്ഷ്യമാണ്. സ്വർഗപ്രവേശനവും നരകമോചനവും നമ്മളുടെ ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് അതിൽ നിന്നെല്ലാം വളരെ വിദൂരത്തായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടവരാണ്. സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.